എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനലിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രത്തെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം. രോഹിണി, കൃഷ്ണൻ്റെ നാൾ. 2025 രോഹിണി നക്ഷത്രത്തിന് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ വളരെ ഒരു ജാക്ക് പോട്ട് അടിച്ചതിന് സമമാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വാർഷഗ്രഹങ്ങളായ ശനി, രാഹുകേതുക്കൾ, ഗുരു, ഈ 4 ഗ്രഹങ്ങളും ആൾമോസ്റ്റ് എല്ലാം വളരെ നല്ല രീതിയിലേക്ക് മാറുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യമേ പറയട്ടെ, ശനി ഭഗവാന്റെ കയ്യിൽ നിന്നും ആ 7.5 ആണ്ട് ശനിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയാം. മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും മീനം രാശിയിലേക്ക് മാറുന്ന, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം ഭാവത്തിലേക്ക് മാറുന്ന ശനി ഭഗവാനും, മകയിരം നക്ഷത്രത്തിൻ്റെ ഏകദേശം മെയ് മാസത്തോടെ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലേക്ക് കയറുന്ന, അതായത് മാറുന്ന ഗുരുഭഗവാനും, ചിങ്ങത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഇടവരാശി രോഹിണി നക്ഷത്രത്തിൻ്റെ 4-ാം ഭാവത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്ന കേതു ഭഗവാനും, 10-ാം ഭാവം അതായത് രാഹു പൂരിട്ടാടി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ രാശിയുടെ, രോഹിണിയുടെ രാശിയായ ഇടവം രാശിയുടെ 10-ാം ഭാവത്തിലേക്ക് വരുന്ന രാഹു. ഇങ്ങനെയുള്ള ഒരു 4 ഗ്രഹങ്ങളെപ്പറ്റി ആൾമോസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഗോചര ഭാഗത്തിലുള്ള ഞാൻ പറയാറുള്ള 30% ആൾമോസ്റ്റ് ഒരു 75% റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമേ കർമ്മഗ്രഹമായ കാർമിക് പ്ലാനറ്റായ ശനിയുടെ കാര്യം തന്നെ നോക്കാം. കാരണം അദ്ദേഹമാണ് നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലെ നമ്മൾ ചെയ്ത കർമ്മകാര്യങ്ങൾക്കൊക്കെ, അതായത് നമ്മൾ ചെയ്ത കർമ്മത്തിനൊക്കെ ഫലം തരാൻ നിശ്ചയിക്കപ്പെട്ട, ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട, എന്താ പറയുക, പരമാത്മാവാൽ നിശ്ചയിക്കപ്പെട്ട എനർജി. അപ്പോൾ ശനി ഭഗവാൻ നമ്മൾ പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് പോവുകയാണ്. പൂരിട്ടാതിയുടെ ലാസ്റ്റ് നക്ഷത്രം, ഇപ്പോഴും പൂരിട്ടാതിയിലാണ് ഇരിക്കുന്നത്. എന്നാലും മീനം രാശിയിലുള്ള പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ലാസ്റ്റിലേക്ക്, അതായത് മീനം രാശി എന്ന് പറഞ്ഞാൽ പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെയുള്ള 3 നക്ഷത്രമാണ്. അതിൽ തുടക്കത്തിൽ പൂരിട്ടാതിയുടെ ഒരു ഭാഗം പോയി ചേരുന്നുണ്ട്. ആ ഭാഗത്തിലേക്കാണ് ഇപ്പം നമ്മൾ ശനി ഭഗവാൻ പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവമായിട്ടുള്ള ഇടവം രാശിയുടെ 11-ാം ഭാവത്തിലേക്കും, എന്നാൽ പൂരിട്ടാതി നക്ഷത്രത്തിലേക്കും. അപ്പോൾ ഇടവം രാശിയുടെ 11-ാം ഭാവം എന്ന് പറയുന്നത് എല്ലാം സർവാഭീഷ്ടദായകം എന്ന് പറയാം. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഭാവമാണ് 11-ാം ഭാവം. അപ്പോൾ അതിലേക്ക് കയറി. സോ അതിൻ്റെ ഒരു മാർഗം നമുക്കുണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട് അല്ലേ. പിന്നെ പൂരിട്ടാതി നക്ഷത്രം. പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രശാസ്ത്രം, അതായത് സ്റ്റെല്ലർ അസ്ട്രോളജി എന്ന് പറയുന്നത്. ഇപ്പം വളരെ നമ്മൾ കൂടുതലും നമ്മുടെ വെസ്റ്റേൺ അസ്ട്രോളജിയിലൊക്കെ ഈ സ്റ്റെല്ലർ അസ്ട്രോളജിക്ക് വളരെ മുഖ്യത്വമുണ്ട്. അപ്പോൾ സ്റ്റെല്ലർ അസ്ട്രോളജി പ്രകാരം, അത് KP അസ്ട്രോളജി എന്ന് ഞാൻ പറയാം, നമ്മുടെ കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയാം. ആ സ്റ്റെല്ലർ അസ്ട്രോളജി പ്രകാരം, അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജി പ്രകാരം പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ 22-ാമത്തെ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 22-ാമത്തെ നക്ഷത്രം എന്താണ്? ക്ഷേമധാരയാണ്. അതായത് 4 എന്ന് പറയും ന്യൂമറോളജി പ്രകാരം. 22 എന്ന് പറഞ്ഞാൽ 4, 2 + 2 4. അപ്പോൾ ക്ഷേമധാരയാണ്. അപ്പോൾ ക്ഷേമധാരയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്ലാനറ്റ് എപ്പോഴും വന്നിട്ട് നമ്മുടെ രോഹിണി നക്ഷത്രത്തിന് നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ, അത് മനസ്സിലായി. അപ്പം ആൾറെഡി 11-ാം ഭാവത്തിലാണ്, രാശി സ്വഭാവത്തിൽ നല്ല പോസിറ്റീവാണ്, ഇതിലും പോസിറ്റീവാണ്. അപ്പം ആൾമോസ്റ്റ് മാർച്ച് ഏപ്രിൽ വരയ്ക്കും, എന്നാണ് മാർച്ച് ലാസ്റ്റിൽ മാറുമെങ്കിൽ ഏപ്രിൽ വരയ്ക്കും നമുക്ക് അതിൻ്റെ ഒരു എനർജി ബാൻഡ് എന്നൊക്കെ പറയില്ല, ആ എനർജി സ്പ്രെഡ് ആകുന്നുണ്ടാവും. സോ അതുവരയ്ക്കും ആൾമോസ്റ്റ് നല്ലൊരു സമയമാണെന്ന് തന്നെ പറയാം.
അതിനുശേഷം അതായത് ഏപ്രിൽ മാസത്തോടു കൂടി ഈ ശനി ഭഗവാൻ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക്, അതായത് അത് ഒരു ഏപ്രിലല്ല, മാർച്ച്, ഒരു ജൂലൈ മാസം, ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വഭാവം തുടങ്ങും. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ 23ാമത്തെ നക്ഷത്രമാണ്. അതായത് പ്രത്യുതധാരയാണ്. ഈ പ്രത്യുതധാര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരെ മൂക്കിൽ തൊടുന്നതിന് പകരം ചുറ്റി മൂക്കിൽ തൊടേണ്ട ഒരവസ്ഥ. ഏത് കാര്യവും വന്നിട്ട് ഒരു ചെറിയൊരു പ്രശ്നം തന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്നൊരവസ്ഥ. അപ്പം പൊതുവേ എങ്ങനെയായാലും ശനി ഭഗവാൻ നല്ല 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ശനി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രോഹിണി നക്ഷത്രത്തിന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല സമയമാണെന്ന് പറയാം. പ്രൊവൈഡഡ് നമ്മുടെ ജാതകത്തിലെ ശനി ഭഗവാൻ വന്നിട്ട് സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ദശാബുദ്ധി, അതായത് ഈ സമയത്ത് നമുക്ക് നടക്കുന്ന ദശയും ബുദ്ധിയും വന്നിട്ട് നമുക്ക് അനുകൂലമായിരിക്കണം. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രോഹിണിക്ക് ജാക്ക്പോട്ടാണ്. പിന്നെ നമുക്ക് ഗുരുവിനെ എടുക്കാം. ഗുരു ഭഗവാനാണ് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് ആ എനർജിയാണ് ഗുരു. വളരെ പോസിറ്റീവാണ്. കഴിയുന്നത് നെഗറ്റീവായിട്ടൊന്നും പ്രവർത്തിക്കാറില്ല. പക്ഷേ ഗുരു നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചാൽ പണി കിട്ടുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പം നമ്മുടെ ജാതകത്തിൽ ഗുരു നല്ല ഒരു വളരെ ബലവാനാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗുരുവിൻ്റെ ഏത് നക്ഷത്രത്തിലേക്കാണ് പോകുന്നതെന്ന് നോക്കാം. മകയിരം നക്ഷത്രത്തിലേക്കാണ് ഗുരു പോകുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ, അതായത് മിഥുന രാശിയാണ് മകയിരം നക്ഷത്രം. അതിലുള്ള 3 നക്ഷത്രത്തിലെ ആദ്യത്തെ പങ്ക്, അതിലെ കുറച്ച് ഭാഗം മകയിരം നക്ഷത്രമാണ്. അപ്പോൾ മകയിര നക്ഷത്രത്തിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ സ്റ്റെല്ലർ അസ്ട്രോളജി പ്രകാരം 2ാമത്തെ നക്ഷത്രമാണ്. ദാറ്റ് മീൻസ് അതൊരു സമ്പത്ത് ധാരയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, 2ാം ഭാവത്തിലേക്ക് ഗുരു പോകുന്നു, 2ാമത്തെ നക്ഷത്രത്തിലേക്കും ഗുരു പോകുന്നു. സോ ഈ ഒരു പീരീഡ് പൈസയ്ക്ക്, ധനലാഭത്തിന് ഏറ്റവും നല്ല സമയമാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇത് വന്ന് പിന്നെ ഗുരു ഭഗവാൻ വന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോകും. ഏകദേശം ഒരു 4 മാസം ഈ മകയിര നക്ഷത്രത്തിലേക്കൊക്കെ. ടോട്ടൽ 1 വർഷമാണ് ആ രാശിയിൽ. അപ്പോൾ ഒരു 3 മാസം നമുക്ക് എടുക്കാം. എക്സാക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, ആൾമോസ്റ്റ് എടുക്കാം. അതിൽ വക്രവും ഇതൊക്കെ വരുന്നുണ്ട്. സോ ആ 3 മാസത്തിന് ശേഷം തിരുവാതിര നക്ഷത്രത്തിലേക്ക് വരുന്നു. ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് വിപത്ത് ധാരയാണ്. അതിന് 3ാമത്തെ നക്ഷത്രമാണ്. പക്ഷേ വിപത്ത് ധാരയെന്ന് ഉദ്ദേശിക്കുന്നത് വിപത്തുണ്ടാക്കുമെന്നല്ല എൻ്റെ അർത്ഥം. വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യും. കാരണം പല കാര്യങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സമയമാണത്. നല്ല കാര്യം നടക്കുമ്പോഴും അതിനകത്തൊരു ചെറിയ ലോസസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു പീരീഡ് നമ്മൾ കെയർഫുള്ളായിരിക്കണം, അത്രേ ഉള്ളൂ. അത് വന്നിട്ട് നെഗറ്റീവ്, കാരണം ഗുരു വന്നിട്ട് നല്ലതായിട്ട് ഗ്രഹത്തിൽ നമ്മുടെ ആരൂഢത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മൈനസായിട്ട് നെഗറ്റീവായിട്ടൊന്നും വർക്കാവില്ല. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത രാഹുവാണ്. രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നിഴൽ ഗ്രഹങ്ങളാണ്. അത് നമുക്കറിയാം. രാഹുവും കേതുവും വന്നിട്ട് അത് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നോ ആ ഗ്രഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണിക്കും. അതാണ് ഒരു മിറർ മാതിരിയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഗുരുവിനെ ഒന്നിൽ അങ്ങേ അറ്റത്ത് കൊണ്ട് കയറ്റും, അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്ത് കൊണ്ട് കയറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിങ് മാതിരിയാണ്. ഗുരു നല്ല പോസിറ്റീവായിട്ടുള്ള ഗ്രഹമാണ്. ആ ഗുരുവിനെ നമ്മളല്ലേ എന്താ പറയുക, പൊറോട്ട വരുത്തുന്ന മാതിരി കൊണ്ട് വലിച്ചു നീട്ടിയാലോ, അതാണ് രാഹു. മനസ്സിലായോ? ഇതിപ്പോൾ കേതു ആ കൂടെ ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിലോ അതിനെ അങ്ങ് ചുരുട്ടും. അത് വെറും ഒരു ചെറിയ, ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരും. സ്വഭാവങ്ങൾ, ഈ നിഴൽ ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പം കേതു ഉത്തരത്തിലേക്ക് വരുന്നു. കേതു വന്നിട്ട് പിന്നെ 4ാം ഭാവത്തിലേക്ക് വരുന്നു. അതായത് ഈ ഇടവരാശിയുടെ 4ാം ഭാവത്തേക്ക് വരുന്നു, ഉത്തരത്തിലേക്കും വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ 4ാം ഭാവം വന്നിട്ട് കേതു വന്നിട്ട് ദോഷകാരിയൊന്നുമല്ല. എന്നാലും മാതൃഭാവമുണ്ട്. മാതാവിന് ചെറിയ അരിഷ്ടതകളൊക്കെ ഈ സമയത്ത് സംഭവിക്കാം. അത് വന്നിട്ടൊരു വിപത്തായിട്ട് മാറില്ല, ഒരു ഇതായിട്ട് മാറില്ല, പക്ഷേ അരിഷ്ടതകൾ സംഭവിക്കും. അതുപോലെ തന്നെ രാഹു പൂരിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. അത് 22ാമത്തെ നക്ഷത്രമാണ്. അത് 10ാമത്തെ ഭാവമാണ്. ഞാൻ ഈ പറയുന്നതൊന്നും എളുപ്പം മനസ്സിലാക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും
ഞാൻ കഴിയുന്നത്ര വിശദീകരിച്ച് പറയുകയാണ്. അപ്പം എന്നെ ചീത്ത പറയരുത്, ഇതെന്താ ഈ പറയുന്നത്, തേങ്ങയാണോ മാങ്ങായാണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഇത് വലിയൊരു പിന്നെ എന്താ പറയുന്നത് ഒരു സബ്ജക്റ്റാണ്. അത് ഇങ്ങനെ ചുരുക്കി പറയാനേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെ ഇപ്പം രാഹുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രാഹു വന്നിട്ട് പൂരുരുട്ടാതി നക്ഷത്രത്തിലെ 10ാം ഭാവത്തിലാണ്. രാഹു ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല നല്ല ഒരു എന്താ പറയുക ഒരു പൊലിപ്പുണ്ടാക്കും. നമുക്ക് തന്നെ തോന്നുമ്പോൾ നമുക്ക് ഇവിടുത്തെ മാനേജരാകുമോ ഡയറക്ടറാകുമോ എന്നൊക്കെയുള്ള ചിന്ത, അതിലേക്ക് പോകാനുള്ളൊരു ഒരു എന്താ പറയുക ത്വരയെന്നൊക്കെ പറയില്ല, ഒരു എനർജി അതൊക്കെ നമുക്ക് തരും. രാഹുവിന് അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട്. അതായത് വളരെ ചിന്തിപ്പിക്കും, ഭയങ്കരമായിട്ട് നമ്മളെ മോഹിപ്പിക്കാൻ മിടുക്കനാണ് രാഹു. മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യേകിച്ച് 10ാം ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ കർമ്മസ്ഥാനത്തിനെ അത് വന്ന് ബാധിക്കില്ല. അത് നമുക്ക് എന്താ പറയുക ഒരു എനർജി തരും. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മുടെ ജാതകത്തിൽ 10ാം ഭാവത്തിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ, അതായത് ദോഷഗ്രഹങ്ങളാണ് അവിടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ പണി കിട്ടും. കാരണം അതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാഹു ഒരു കണ്ണാടിയാണ്, അതത് റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ സ്വഭാവം കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ചൊവ്വയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനെ നമ്മളങ്ങോട്ട് ആരടാ നീ ആരാന്നൊക്കെ ചോദിക്കാനുള്ള ചിലരുടെ ആൾക്ക് ഇത് കണ്ടിട്ടില്ലേ, എന്തിനേയും നമ്മൾ ഒപ്പോസ് ചെയ്യാനുള്ളതും ഫൈറ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അത് വന്ന് വലുതാക്കും. കാരണം ചൊവ്വ അതിൻ്റെ ആളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ രാഹു കൂടെ ചേർന്നാൽ ഈ പണി കൂടുതലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രോഹിണി നക്ഷത്രത്തിന് പൊതുവെ 2025 വളരെ നല്ലതാണ്. കൃഷ്ണനെ പൂജിക്കുക. കാരണം പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ രോഹിണി നക്ഷത്രത്തിന് കാര്യങ്ങളൊക്കെ സാധിക്കും. കാരണം അത്ര വളരെ നല്ലൊരു എനർജിയാണ് രോഹിണിക്കുള്ളത്. ഇനി നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ രോഹിണി നക്ഷത്രത്തിന് ഒരു സിമ്പലുണ്ട്. സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ നമ്മൾ അതിനെ വന്നിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നക്ഷത്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് സമമാണ്. ഇതൊരു പരിഹാരവും കൂടെയാണ്. ഈ പരിഹാരത്തിലൊക്കെ പർട്ടിക്കുലറായിട്ട് വളരെ ദോഷകരമായിട്ട് വൈനാശിക നക്ഷത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? 22ാമത്തെ നക്ഷത്രമാണ് സ്റ്റെല്ലർ അസ്ട്രോളജി പ്രകാരം വൈനാശിക നക്ഷത്രം. ഈ വൈനാശിക നക്ഷത്രത്തിൽ നിങ്ങൾ ഏത് പണി ചെയ്താലും നിങ്ങൾക്ക് പണി കിട്ടും. അതങ്ങനെ ഈ വൈനാശിക നക്ഷത്രത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പണി കിട്ടും. അത് നമുക്ക് കാരണം അത് നമുക്ക് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നക്ഷത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കേട്ടയ്ക്ക് ഉത്തരം വന്ന് വൈനാശികമാണ് 22ാമത്തെ നക്ഷത്രം. അതുകൊണ്ട് എപ്പോഴും സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കിയുള്ള, ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്. 22ാമത്തെ നക്ഷത്രത്തിൽ ഒരു പണിയും ചെയ്യരുത്. അത് ക്ഷേമധാരയൊക്കെ ആയിരിക്കാം, 4 വരുന്നത് ക്ഷേമധാരയൊക്കെ ആയിരിക്കാം. പക്ഷേ അത് വൈനാശിക നക്ഷത്രമാണ്. വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട നക്ഷത്രമാണ്. അതിൻ്റെ അധിപൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനീ പറഞ്ഞത് എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചില പേടിപ്പിക്കുകയല്ല എൻ്റെ ഉദ്ദേശം. ഇതൊക്കെ നമുക്കൊരു എന്താ പറയുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് 22ാമത്തെ നക്ഷത്രമാണ് നമുക്കന്ന് നമ്മുടെ ഇതിലുള്ളത്. തീർച്ചയായിട്ടും അന്ന് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ആ 22ാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപൻ ഒരാളുണ്ടാവും. ആ അധിപനെയും വന്നിട്ട് കഴിയുന്നതും എല്ലാ കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്നത്. കാരണം പുള്ളി നമ്മളെ കൂടെ നടന്ന് നമ്മളെ കാലെ ചവിട്ടുന്ന ഒരു സ്വഭാവം അതിന് ആ ഒരു അധിപനുണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കേട്ട നക്ഷത്രത്തിന് ഉത്തരമാണ്, അതിൻ്റെ അധിപനാണ് സൂര്യൻ വന്നിട്ട് നമ്മളെ കൂടെ നടക്കുന്ന മാതിരി ഉണ്ടാകും, എല്ലാം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ പണി എപ്പോൾ തരുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. രോഹിണി നക്ഷത്രത്തിന് ഏത് നക്ഷത്രമായാലും ശരി, 22ാമത്തെ നക്ഷത്രത്തിൽ നമ്മൾ കെയർഫുള്ളായിരിക്കുക. അത്രേ ഉള്ളൂ. നമ്മളതിനെ ഡീൽ ചെയ്യുന്നത് വളരെ ആലോചിച്ച് വേണം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പലിനെ പറ്റി പറഞ്ഞു. ആ സിമ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ കാളകളെ പൂട്ടിയ വണ്ടി കണ്ടിട്ടില്ലേ, കാള വലിക്കുന്ന, അതാണ് അതിൻ്റെ സിമ്പൽ. അതായത് എരുകെന്നൊക്കെ പറയും, നമ്മൾ പറയത്തില്ലേ, പൂട്ടിയ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫോട്ടോ
നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വയ്ക്കുകയോ നമ്മുടെ മൊബൈലിൽ വാൾപേപ്പറായിട്ട് ഇടുകയോ ഒക്കെ ചെയ്താൽ അത് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും. പിന്നെ അറിയാമല്ലോ, പിന്നെ രോഹിണി നക്ഷത്രത്തിന് ചക്രമാണ്. ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥത്തിൻ്റെ വീലില്ലേ, അതാണ് പിന്നെ ശരിക്കുമുള്ള സിമ്പലായിട്ട് നമ്മൾ ആചാര്യന്മാർ പറയുന്നത്. ഈ സിമ്പല് നമുക്കറിയാം, ഭഗവാൻ മഹാവിഷ്ണു സുദർശന രൂപത്തിൽ ആ വീൽ കയ്യിലെടുത്തേക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വീലിൻ്റെ രൂപത്തിൽ ചക്രം വെച്ചിട്ടില്ലേ. ഇതൊക്കെ ഈ അമ്പലങ്ങളൊക്കെ എന്താ ഈ ഭഗവാന്റെ കയ്യിലൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വന്നിട്ട് എന്തിനെങ്കിലുമൊക്കെ പ്രതിനിധാനം ചെയ്ത് പണ്ട് ആചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കുമ്പം നമുക്ക് പിന്നെ ഈ അസ്ട്രോളജി വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഇത് പേടിക്കാനുള്ള സാധനമേ അല്ല. ഇത് നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. പല സുഹൃത്തുക്കൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. പല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കാര്യമെന്ന് ഞാൻ പറയാം. പലരും വന്നിട്ട് അതായത് ഹിന്ദു സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. ഇവർക്കൊക്കെ പലർക്കും പല സംശയങ്ങളാണ്. ചിലർ ചോദിക്കും, ഇത് വന്നിട്ട് അമ്പലത്തിൽ പോയാലേ പരിഹാരം മാറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ പോയാലേ മാറുകയുള്ളൂ. ഇങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ. ഇതെല്ലാം ഓരോ എനർജീസാണ്. നമ്മളുടെ ആവശ്യപ്രകാരം നമ്മൾക്ക് ഏത് വിശ്വാസമോ, നമ്മൾ ഏത് ഭഗവാനിൽ വിശ്വസിക്കുന്നോ, ഏത് എനർജിയിൽ വിശ്വസിക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പിന്നെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനങ്ങളിൽ ചില സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ട്. പിതൃശാപം മാറ്റാനായിട്ട് സങ്കീർത്തനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം പരിഹാരങ്ങളുടെ സൈഡ് വരുമ്പം, ആത്മീയ പരിഹാരങ്ങൾ, ഞാൻ പറഞ്ഞ ആത്മീയ പരിഹാരങ്ങളുടെ സൈഡ് വരുമ്പം ഇങ്ങനെ ഏത് മതത്തിനും അവരോട് യോജിച്ച തരത്തിലുള്ള പരിഹാരങ്ങൾ നമ്മുടെ ആചാര്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ മതത്തിൻ്റെ ലീഡേഴ്സ്, അവരായിരിക്കുമല്ലോ അതിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവരാൽ പല കാര്യങ്ങളും ബൈബിളിലായാലും ശരി, വിശുദ്ധ ഖുർആനിലായാലും ശരി, പിന്നെ നമ്മുടെ അതായത് ഹിന്ദു ഗ്രന്ഥങ്ങളിലായാലും ശരി, ഇതിനെപ്പറ്റിയൊക്കെ ചില പരാമർശങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഈ പരിഹാരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ആത്മീയ പരിഹാരങ്ങളുടെ സൈഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനിയും ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദൈവവിശ്വാസം ഇല്ലാത്തവരൊക്കെ നന്നായിരിക്കുന്നില്ലേ? അതിന് കാരണം എന്താ? അതായത് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പരിഹാരമുണ്ട്. മനുഷ്യനെല്ലാം ചെയ്യാവുന്ന, മനുഷ്യ സമൂഹത്തിന് ചെയ്യാവുന്നൊരു നല്ല പരിഹാരം എന്താണെന്നറിയാമോ? മഹാത്മാഗാന്ധി പറയുന്ന പോലെ പാവങ്ങൾക്ക്, അതായത് കഷ്ടപ്പെടുന്നവർക്ക്, റിയലി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനങ്ങൾ ചെയ്യുക. ഇപ്പോൾ മുസ്ലിം സഹോദരന്മാരത് സക്കാത്ത് എന്നൊക്കെ പറയാറില്ലേ? ഏറ്റവും നല്ല പരിഹാരമാണ്. അതായത് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനപ്പുറം ഭഗവാനെ കാണുന്നത് പാവങ്ങളിലായിരിക്കണം. ഒരു ആവശ്യക്കാരൻ വന്നു കഴിഞ്ഞാൽ ആ ആവശ്യക്കാരനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാട്ടിലപ്പുറമൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയി ഒരു കിലോ സ്വർണം കൊണ്ടുവന്ന് കൊടുത്താലൊന്നും അതിനപ്പുറമൊന്നും അല്ല. അതൊരു പരസ്യം മാത്രമായിട്ട് കാണിക്കാമെന്നല്ലാണ്ട് ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളായിരിക്കും ഈ ജന്മത്തിൽ സഹിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ചെയ്യണം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മീയ പരിഹാരം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കാർമിക് പരിഹാരങ്ങൾ എല്ലാത്തിനും ഉണ്ട്, അത് ചെയ്യുക. ഇപ്പോൾ ഈ മുടക്ക് തിഥിശൂന്യം എന്നൊക്കെ പറയാറില്ലേ? ഈ തിഥിശൂന്യവും മുടക്കവും ഒക്കെ 100% എഫക്റ്റീവാണ്. ഈ തിഥിശൂന്യവും മുടക്കമോ ഇന്ന ഭാവങ്ങളിലുള്ള ആൾക്കാർ, ഒരു 7ാം ഭാവത്തിൽ തിഥിശൂന്യമുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും 100% ഞാൻ പറയുകയാണ്, അവർക്ക് വന്നിട്ട് യാതൊരു തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയാലും ശരി, അതായത് ബിസിനസ്സുകാരനാണെങ്കിൽ കസ്റ്റമേഴ്സ് ആയാലും ശരി, അല്ല പിന്നെ വേറെ സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലയൻസ് ആയാലും ശരി, അതല്ല പിന്നെ ജോലി ചെയ്യുന്നവരെ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി, അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്സിനെ എല്ലാം ബാധിക്കുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ജാതകത്തിൽ നോക്കിയാൽ വേദിക് അസ്ട്രോളജിയിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് വന്നിട്ട് പിന്നെ മുടക്കാണ്, തിഥിശൂന്യമാണെന്നൊക്കെ ഇത് കണ്ടുപിടിക്കാൻ അറിയണം. അത് വേറെ കാര്യം. അത് ഒരു
കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ കാൽക്കുലേഷനിൽ കൂടി ഇത് മനസ്സിലാക്കിയ ശേഷം അതിന് പരിഹാരം ചെയ്താലുണ്ടല്ലോ 100% എഫക്റ്റീവാണ് ഇതൊക്കെ. ഇപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞ് കഥ ഒത്തിരി ആയിപ്പോയി. ഞാനിവിടെ ചുരുക്കുകയാണ്. സന്തോഷം. നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് മുഴുവൻ കാണാനും ഒന്ന് താല്പര്യം കാണിച്ചാൽ അടുത്ത വീഡിയോകളിൽ ഇതിനേക്കാട്ടിൽ കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ തരാൻ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.